ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കിടുക്കാച്ചി മീൻ മുളക് ചാറ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂട്ട് നമുക്ക് ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വയ്ക്കാം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്ത് ചതച്ച കൂട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 ടൊമാറ്റോ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതും അതിലേക്ക് പിരിയം മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, വാളംപുളി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചതച്ച കൂട്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാലക്കൂട്ടിനെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട്, വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളും ചേർത്ത് പാകത്തിനുള്ള വെള്ളവും പുളിയും ചേർത്ത്, പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്ത് കുരുമുളക് പൊടിയിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കാവേ. അപ്പോൾ ദേ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഒന്നുകൂടി മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇത് കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, കപ്പ പുഴുങ്ങിയത് ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാം. ഇപ്പം ഞാനിവിടെ ചൂട് ചോറിൻ്റെ ഒപ്പമാണ് ഈ കറി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാവേ.